ഒരു മെഡിസിൻ ഉണ്ടാകുന്ന അലർജിക് റിയാക്ഷൻ അത് എത്രത്തോളം അലർജി ഉണ്ടാകും എന്ന് പലർക്കും അറിയാം എന്ന് എനിക്കറിയില്ല. പക്ഷേ റീസെന്റ് എനിക്കൊരു ഒരു വൃത്തികെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി പേഷ്യന്റ് ഡെലിവറി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂഷ്വലി ഒരു എല്ലാ പേഷ്യൻസും ഡെലിവറി ആകുമ്പോൾ പേഷ്യന്റിന് വേറെ മെഡിസിൻ അലർജി ഒന്നും ഇല്ല, ആസ്മാറ്റിക് അല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ മലദ്വാരത്തിനുള്ളിൽ വെച്ചതിന് ശേഷമാണ് താഴത്തെ തുന്ന് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക. യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ ഈ പേഷ്യന്റ് അടുത്തും അലർജി ഉണ്ടോ എന്ന് ചോദിച്ചു, ആസ്മാറ്റിക് ആണോ എന്ന് ചോദിച്ചു, രണ്ടും അല്ലായിരുന്നു. സോ ഡൈക്ലോഫിനാക്ക് സപ്പോസ്ട്രി എന്ന് പറയുന്ന ഒരു മെഡിസിൻ നമ്മൾ മലദ്വാരത്തിനുള്ളിൽ വെച്ചു സൂച്ചർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സൂച്ചർ ചെയ്ത് ഒരു 2 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞില്ല, പെട്ടെന്ന് പേഷ്യന്റ് റെസ്റ്റ്ലെസ് ആയി. പേഷ്യന്റ് സംസാരിക്കുന്നില്ല, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു, ശ്വാസം മുട്ടൽ പോലെ കാണിക്കുന്നു. ഇത് മാത്രമാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി മെഡിസിൻ അലർജിയാണ്, അനാഫ്ലാറ്റിക് റിയാക്ഷൻ ആണ്. സോ പെട്ടെന്ന് ഞാൻ മെഡിസിൻസ് എടുക്കാൻ പറഞ്ഞു. സിസ്റ്റേഴ്സ് പെട്ടെന്ന് മെഡിസിൻസ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് പേഷ്യന്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇത് ഞാൻ പോയി പേഷ്യന്റെ ബൈസ്റ്റാൻഡേഴ്സിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിനെ പുറത്ത് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി അവർ എൻ്റെ അടുത്ത് അടിയുണ്ടാക്കി ബൈസ്റ്റാൻഡേഴ്സ്. എന്നിട്ട് അവർ ചോദിച്ച ചോദ്യമുണ്ട്, ഒരു മെഡിസിൻ അലർജി ആയി അതിനെന്താ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പേഷ്യന്റിനെ നമുക്ക് പുറത്ത് കാണിച്ചു തന്നില്ല? അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഞാൻ അത് കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, പേഷ്യന്റിന് അലർജിക് റിയാക്ഷൻ ഉണ്ടായി എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ ചൊറിച്ചിലോ അങ്ങനെ ഒന്നും അല്ല, അത് പേഷ്യന്റ് ജീവൻ വരെ പോകാവുന്ന കണ്ടീഷൻ ആയിരുന്നു. എന്നിട്ട് ഞാൻ മെഡിസിൻ അത് ഡയഗ്നോസ് ചെയ്ത് ഞാൻ മെഡിസിൻ കൊടുത്തതുകൊണ്ട് മാത്രമാണ് പേഷ്യന്റ് ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം അവരടുത്ത ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പേ ടെസ്റ്റ് ചെയ്തിട്ട് കൊടുത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ഓറലി കൊടുക്കുന്ന മെഡിസിൻസ്, അതായത് വായിൽ കൂടെ കൊടുക്കുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ മലദ്വാരത്തിനുള്ളിൽ വെക്കുന്ന മെഡിസിൻസ് പ്രയർ ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് പേഷ്യന്റിന് കൊടുക്കാൻ പറ്റില്ല. ഉള്ളി ഹിസ്റ്ററീസ് നമുക്ക് നേരത്തെ പേഷ്യന്റ് അടുത്ത് ചോദിക്കാം, പേഷ്യന്റിന് പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻ അലർജി വന്നിട്ടുണ്ടോ, മെഡിസിൻ എന്തെങ്കിലും അലർജി ഉള്ളവരോ ആസ്മാറ്റിക്കോ ഒക്കെ ആണെങ്കിൽ നമുക്കിത് നേരത്തെ ഡയഗ്നോസ് ചെയ്യാം അല്ലെങ്കിൽ നേരത്തെ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാം. അൺലെസ് അതർവൈസ് നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. ശരിക്കും നമുക്ക് മെഡിസിന് മാത്രമാണോ ഇതുപോലെ അനാഫ്ലാറ്റിക് റിയാക്ഷൻ ഉണ്ടാകുന്നത്? നോ, അത് നിങ്ങൾക്ക് അറിയാനിട്ടാണ്. അത് മെഡിസിൻസ് കൊടുക്കുമ്പോൾ ഉണ്ടാകാം, കാരണം അതിൽ ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ട്. അതല്ലാണ്ട് ഫുഡ് കഴിക്കുന്നത് വഴി ഉണ്ടാകാം, ഇൻസെക്ട്സ് കടിക്കുന്നത് വഴി നമുക്ക് അനാഫ്ലാക്റ്റിക് റിയാക്ഷൻ ഉണ്ടാകാം. ഈവൻ എക്സസൈസ് ചെയ്യുമ്പോൾ അനാഫ്ലാക്റ്റിക് റിയാക്ഷൻ ഉണ്ടാവുന്നവരുണ്ട്. റബ്ബറിന് അല്ലെങ്കിൽ ലാറ്റക്സിന് അനാഫ്ലാക്റ്റിക് റിയാക്ഷൻ ഉണ്ടാവുന്നവരുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഒരാൾക്ക് അലർജന് റെസ്പോൺസ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ എന്താണ് ഈ അനാഫ്ലാറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു അലർജൻ അല്ലെങ്കിൽ ബോഡിക്ക് ഉള്ളിൽ ഒരു പാടില്ല എന്ന് തോന്നുന്ന ഒരു സാധനം ഉള്ളിലേക്ക് കയറുമ്പോൾ ബോഡി റിയാക്ട് ചെയ്യുന്നതാണ്. അത് മൈൽഡ് റിയാക്ഷൻ മുതൽ, അതായത് ജസ്റ്റ് ഒരു ചൊറിച്ചിലും തടിപ്പും മാത്രമായിട്ട് വരാം. ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അനാഫ്ലാറ്റിക് റിയാക്ഷൻ ആയിട്ടും വരാം. വിത്തിൻ സെക്കൻഡ്സ് പേഷ്യന്റ് ഡെത്ത് ആയി പോവാം. അതിപ്പോ നമ്മൾ ഇപ്പൊ ഒരു റെസ്റ്റോറന്റിൽ പോയി ഞാൻ കഴിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് എന്റെ ബോഡി അലർജൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഫുഡ് ഞാൻ കഴിച്ചു, ഞാൻ അവിടെ തന്നെ മരിച്ചു വീഴാം. കാരണം അവിടെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടില്ല. പക്ഷെ വെൻ വി ആർ ഇൻ എ ഹോസ്പിറ്റൽ, നമ്മളൊരു ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. വൺസ് ഇഫ് വി ആർ ഡയഗ്നോസിങ് ഇറ്റ്, അത് നമ്മൾ എമർജൻസി ആയിട്ട് കണ്ടുപിടിക്കണം, എമർജൻസി ആയിട്ട് മെഡിസിൻസ് കൊടുക്കണം എന്നുള്ളതാണ്. സോ അനാഫ്ലാറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ. അലർജിക് റിയാക്ഷൻ ആണ്, പക്ഷെ അതിന്റെ സീരിയസ് ഫോം ആണ്. അപ്പൊ അതുണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് ശരീരത്തിലെ BP താഴുകയും പെട്ടെന്ന് പേഷ്യന്റ് അൺകോൺഷ്യസ് സ്റ്റേറ്റിലോട്ട് പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ പേഷ്യന്റ് ഭയങ്കരമായി റെസ്റ്റ്ലെസ് ആവാം. അപ്പൊ ഒരു മൈൽഡ് റിയാക്ഷൻ ആണെങ്കിൽ ആദ്യം വരുന്നത് എന്തൊക്കെയായിരിക്കും? ദേഹത്ത് പുറത്തൊരു ചൊറിച്ചിലുണ്ടാകാം, തടിപ്പുണ്ടാകാം, ചുമപ്പുണ്ടാകാം, മുഖവും ഒക്കെ തടിക്കാം, ചുണ്ട് തടിക്കാം, നാവ് തടിക്കാം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകണം അത് അലർജിക് റിയാക്ഷൻ ആണ് എന്നുള്ളത്. രണ്ടാമത്, കുറച്ചുകൂടെ സിവിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളിനെ അത് അഫക്ട് ചെയ്ത് തുടങ്ങും. അത് ശ്വാസകോശപരമായിട്ട് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പേഷ്യന്റിന് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ഇവിടെ തൊണ്ട ചുരുങ്ങുന്നത് പോലെ ഒരു ഫീലിംഗ്, ചെസ്റ്റ് ടൈറ്റ്നസ്, ചെസ്റ്റ് ഭയങ്കര ടൈറ്റ് ആയിട്ട് തോന്നുക, പെട്ടെന്ന് ഫെയിന്റിങ് വരിക, ബോധമില്ലാണ്ടാവുക, ഇതെല്ലാം അതിൽ വരുന്നതാണ്. ഇനി കാർഡിയോവാസ്കുലർ സിസ്റ്റം, അതായത് ഹാർട്ടിനെ ആണെങ്കിലോ ഭയങ്കര ഫീബിൾ പൾസ് ആയിരിക്കും, പൾസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂല, BP ഭയങ്കരമായിട്ട് ഫോൾ ചെയ്യും, പേഷ്യന്റ് ബോധം കെട്ട് വീഴും. മൂന്നാമത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ, അതായത് നമ്മൾ കുടല് പരമായിട്ടാണെങ്കിലോ ഇത് ഓക്കാനം വരാം, ഛർദി വരാം, വയറുവേദന വരാം, അതുപോലെ തന്നെ ലൂസ് മോഷൻ ആയിട്ടും വരാം. അതുപോലെ തന്നെ തൊണ്ട ഇടറാം, സൗണ്ട് പുറത്തേക്ക് വരാതിരിക്കാം, ഹോസ്നെസ് വരാം പേഷ്യന്റിന്. അപ്പൊ ഇങ്ങനത്തെ എല്ലാ സിംറ്റംസും ഇതിന് ഒരുമിച്ചാണ് വരിക. വിത്തിൻ സെക്കൻഡ്സ് ആണ് ഇതെല്ലാം വരിക.
അത് കാരണം പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റാണ്ടും ഇത്രയും റിയാക്ഷൻസ് കാരണം ഇവിടെ എല്ലാം നീരിറങ്ങിയിട്ടും പേഷ്യന്റ് ശ്വസിക്കാൻ പറ്റാണ്ട് വരികയും അങ്ങനെ പേഷ്യന്റ് ഡെത്ത് ഉണ്ടാവുകയും ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ഒരു അങ്കിൾ ഉണ്ട്. അങ്കിൾ ആക്ച്വലി ഒരു ദിവസം ഗൾഫിലാണ്, ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ബർഗർ കഴിച്ചു. പെട്ടെന്ന് പുള്ളിക്കാരൻ അവിടെ അൺകോൺഷ്യസ് ആയിട്ട് വീഴുകയാണ്. ഈവൻ ഫാമിലിക്ക് പോലും അറിയില്ല എന്ത് പറ്റി എന്നുള്ളത്. എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ വെച്ച് അവർ ഡയഗ്നോസ് ചെയ്തു അനാഫിലാക്സിസ് ആണെന്ന്. പക്ഷെ എന്തിനുള്ള റിയാക്ഷൻ ആണ് എന്ന് അപ്പോഴും അവർക്ക് മനസ്സിലായില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത് പുള്ളിക്കാരന് വിനാഗിരി അലർജി ആണെന്ന്. വിനേഗർ അലർജി ഉള്ളത് കൊണ്ട് അന്ന് മയോണീസ് ഉണ്ടാക്കിയതിൽ അകത്ത് വിനേഗർ ഉണ്ടായിരുന്നുകൊണ്ടാണ് പുള്ളിക്ക് അങ്ങനെ പറ്റിയത്. സോ ആഫ്റ്റർ ദാറ്റ് പുള്ളി എവിടെ പോയാലും വിനാഗർ ഉള്ള ഫുഡാണോ എന്ന് അന്വേഷിച്ചിട്ടേ പുള്ളി ഫുഡ് കഴിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുള്ളി ആ മെഡിസിൻ ഷോട്ട്സ്, അതായത് പുള്ളിയെ സേവ് ചെയ്യാനുള്ള മെഡിസിൻ ഷോട്ട്സ് എപ്പോഴും പോക്കറ്റിൽ കൊണ്ട് നടക്കും. അപ്പൊ ഇത് ഒരു എമർജൻസി കണ്ടീഷനാണ്. നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല, പ്രിവെന്റ് ചെയ്യാനും പറ്റില്ല. മെഡിസിൻ പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് അലർജി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാം എന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക, സപ്പോർട്ടീവായിട്ട് പേഷ്യന്റ് ഓക്സിജൻ കൊടുക്കുക, ഫ്ലൂയിഡ് ഇടുക BP കൂട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് 3 മെഡിസിൻസ് കൊടുക്കുക. എസ്കോർലിൻ, അവിൽ, അതുപോലെ തന്നെ എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ എന്ന് പറയുന്നതാണ് ഡെഫിനറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫോർ അനാഫിലാറ്റിക് റിയാക്ഷൻ. അത് കൊടുക്കാതെ പേഷ്യന്റ് റിലീവ് ആവൂല. പക്ഷേ ഈ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിന് കുറച്ച് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. നെഞ്ചിടിപ്പ് കൂടും, അതായത് ഹാർട്ട് റേറ്റ് കൂടും, BP കൂടും. ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടി വരും. അത് കുറച്ച് നേരം കഴിഞ്ഞ് പേഷ്യന്റ് ആ സിംറ്റംസ് ഒക്കെ ഒന്ന് സബ്സൈഡ് ചെയ്യുമ്പോൾ പേഷ്യന്റ് നോർമൽ ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫുഡിന് മാത്രമാണോ? ഫുഡ് എങ്ങനത്തെ ഫുഡിനൊക്കെ വരാം? പീനട്സ്, അതായത് കടല, ഷെൽഫിഷ്, ഫിഷ്, അതുപോലെ തന്നെ ചിലർക്ക് ബീഫ് അലർജി ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ ചിലർക്ക് പാൽ അലർജി ഉള്ളവരുണ്ട്, ഈ മുട്ടയ്ക്ക് അലർജി ഉള്ളവരുണ്ട്. അങ്ങനെ പല രീതിയിൽ അലർജി ഉള്ളവരുണ്ടാവും. ഇപ്പൊ ഒരു കടന്നൽ കുത്തി അല്ലെങ്കിൽ എന്താണ് ഹണി ബി, തേനീച്ച കുത്തി, അങ്ങനെ വരുമ്പോൾ മരണപ്പെടുന്നവരുണ്ട്. എങ്ങനെയാണ് അവർ മരണപ്പെടുന്നത്? ഇത് കാരണം ഉണ്ടാകുന്ന അനാഫിലാറ്റിക് റിയാക്ഷൻ കാരണമാണ്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ സിവിയർ ആയിട്ട് അനാഫിലാക്സിസ് വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ലാറ്റക്സ് അഥവാ റബ്ബറിന് അലർജി വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതെല്ലാം ഇറ്റ്സ് നോട്ട് എ കണ്ടീഷൻ വിച്ച് ഇസ് ഇൻവൈറ്റഡ് ബൈ ഡോക്ടേഴ്സ്. നമ്മൾ ആരും ഡോക്ടേഴ്സ് അനാഫിലാറ്റിക് റിയാക്ഷൻ ഇൻവൈറ്റ് ചെയ്ത് വരുത്തുന്നവരല്ല. നമുക്ക് ആർക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. കാരണം ഇറ്റ്സ് എൻ എമർജൻസി സിറ്റുവേഷൻ ആണ്. അത് അപ്പൊ തന്നെ ഡയഗ്നോസ് ചെയ്ത് അപ്പൊ തന്നെ മാനേജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പേഷ്യന്റിനെ തന്നെ നഷ്ടപ്പെടും. സോ ഒരിക്കലും അനാഫിലാറ്റിക് റിയാക്ഷൻ അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻ ഒരു മെഡിസിൻ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഒരു നഴ്സിനെയോ നിങ്ങൾ കുറ്റക്കാരാക്കരുത്. അതിപ്പോ മെഡിസിൻ മാറിക്കൊടുത്ത് അലർജി വരുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഏത് മെഡിസിൻ എടുത്താലും അലർജി, ഈവൻ റീസെന്റ് എനിക്കൊരു IV അയൺ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ പോലും ഒരു പേഷ്യന്റ് അലർജി ഉണ്ടായി. അതും നമുക്ക് തടയാൻ പറ്റാത്തതാണ്. കാരണം ഒരു പ്രാവശ്യം റുട്ടീൻലി കൊടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻ, ഒരു ബാച്ച് മെഡിസിൻ വന്നപ്പോൾ പെട്ടെന്ന് അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്ന ഒരു മെഡിസിൻ ആയി. അപ്പൊ ഇതൊന്നും നമുക്ക് തടയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നന്ദി.